ഹാബിറ്റ് നമ്പർ 4 ആണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി 1 hour എക്സസൈസ് പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യുക, വാക്കിംഗ് ഓർ എക്സസൈസ്. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം, നമ്മൾ ലിഫ്റ്റ് ഉള്ള സ്ഥലത്ത് സ്റ്റേഴ്സ് കയറാൻ പറ്റുമെങ്കിൽ കയറും. ഹാർട്ടിനൊക്കെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരും റെസ്റ്റ് പറഞ്ഞിരിക്കുന്നവരും അങ്ങനെ ആവേശമൊന്നും കാണിക്കേണ്ട, അതൊക്കെ നോക്കി ചെയ്താൽ മതി. അല്ലാത്ത ആൾക്കാർ നടക്കാവുന്ന സ്ഥലത്ത് നടക്കുക, സ്റ്റെപ്സ് കയറാൻ പറ്റുന്ന സ്റ്റെപ്സ് കയറുക. പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണിക്കൂർ കഴിയുമ്പോൾ നമ്മളൊന്ന് എണീറ്റ് ഒന്ന് നടക്കുന്നുള്ള ഒരു ശീലം കൊണ്ടുവരണം. ഓരോ ഭക്ഷണം കഴിഞ്ഞാലും ആഫ്റ്റർ എവറി മീൽ ഒരു 20 മിനിറ്റ്, എവിടെയാണോ, വീട്ടിനകത്താണോ, ഡൈനിങ് റൂം ടു ഡ്രോയിങ് റൂം മതി, ഒരു 20 മിനിറ്റ് അവിടെ നടക്കുക. അതല്ല നമ്മൾ ഓഫീസിലാണോ, ഒന്ന് പുറത്ത് പോയി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വെറുതെ ഒന്ന് നടന്നിട്ട് വരിക. എവറി മീൽ കഴിയുമ്പോൾ ഒരു 20 minutes വാക്ക് എന്ന് പറയുന്നത് വളരെ നല്ലത്. അതിന് ഒരു എക്സ്പ്ലനേഷൻ തരാം. നമ്മുടെ ശരീരത്തിൽ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അത് ഗ്ലൂക്കോസും പ്രോട്ടീനും അതും ഇതൊക്കെ ഇട്ടതൊക്കെ ബ്രേക്ക് ഡൗൺ ആയി പോകുമ്പോൾ ഇത് ബ്ലഡ് സ്ട്രീമിലേക്ക് കയറണം. അത് ആക്റ്റീവായ മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിൽ വാട്ട് ഇസ് ഹാപ്പനിങ്, ആക്റ്റീവായ ഒരു ശരീരത്തിൽ ആണ് കയറണമെന്നുണ്ടെങ്കിൽ ആ മസിൽസ് വെയിറ്റ് ചെയ്തിരിക്കുക. മസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെയിറ്റ് ചെയ്തിരുന്ന ഗേറ്റ് ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. വെൽക്കം, വി നീഡ് ഫ്യൂവൽ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസിൽസ് മുഴുവനും ആക്റ്റീവായിട്ട് പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ അവന് ഫ്യൂവലിന് റെഡി ആയിട്ടിരിക്കുമ്പോൾ അവൻ ഡോറൊക്കെ തുറന്ന് ഇങ്ങോട്ട് വിളിക്കും, ഇവിടെ ഒരു എനിക്കിവിടെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ആ ആക്റ്റീവായിട്ടുള്ള മനുഷ്യന്റെ ശരീരത്തിൽ എത്ര നമ്മൾ ഗ്ലൂക്കോസ് ചെല്ലുമ്പോൾ അത് അവിടെ തന്നെ അങ്ങ് ബേൺ ഔട്ട് ആവുക. സെഡൻറ്ററി ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിലേക്ക് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് അങ്ങോട്ട് കയറും. ഇവൻ ആകെ കൺഫ്യൂസ്ഡ്, എവിടെ പോകണമെന്നൊരു പിടിയും കിട്ടണില്ല. കാരണം എന്താ, എല്ലാ മസിൽസും ഡോർ അടക്കും. ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഇവിടെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒക്കെ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരിക വേണ്ട. സോ ദേ ഗെറ്റ് ഡെപ്പോസിറ്റഡ്. എങ്ങനെ, വേർ ഡു ദേ ഗെറ്റ് ഡെപ്പോസിറ്റഡ്? ഇങ്ങനെ ഇരിക്കും നമ്മുടെ ശരീരം. നമ്മുടെ മസിൽസ് വിളിച്ചുകൊണ്ടിരുന്നിരുന്നത് സെഡൻറ്ററി അല്ലാത്ത ആൾ, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ മസിൽസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അല്ലാത്ത പക്ഷം നമ്മുടെ ശരീരത്തിൽ ഇതേപോലെയാണ് ഈ പറയുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ബ്രേക്ക് ഡൗൺ ആയ പോയിരിക്കുന്ന സ്ഥലങ്ങൾ. ഡു യു വാണ്ട് യുവർ ബോഡി ടു ബി ലൈക്ക് ദിസ്? യെസ് ഓർ നോ നിങ്ങൾ മെസ്സേജിൽ ഇട്ടോളൂ. അത് അവനോനുള്ളതാണ്. യെസ് ഓർ നോ, എനിക്കുള്ളതല്ല, അവനോനുള്ളതാണ്. ഞാൻ അടക്കമുള്ള കാര്യം, ഞാൻ പഠിച്ച കാര്യങ്ങൾ ഐ വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ് എന്ന് പറയുന്ന ഇത് നമുക്ക് ഭയമല്ല വേണ്ട. വി നീഡ് ജാഗ്രത, അല്ലെങ്കിൽ വി ഷുഡ് ബി കെയർഫുൾ, അല്ലെങ്കിൽ ഒരു അവയർനെസ് ആണ് വേണ്ട. അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന നമ്മൾ എന്തുകൊണ്ട് ഈ അറിവ് നഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ആശുപത്രി കിടക്കേ പോയി കിടക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ്. കാരണം ഐ ആം ഹാവിങ് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് റുപ്പീസ് ഇൻഷുറൻസ്. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ നമ്മൾ ആരെയും പേടിക്കാണ്ട് ഒരു കൂസലും ഇല്ലാണ്ട് എല്ലാ ശീലങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ട് നമ്മൾ പോകുന്നതിന്റെ ഒരു കാരണം അതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പ്രകൃതിയിൽ നിന്ന് വളരെയധികം മാറിപ്പോയി. ഭയങ്കര എല്ലാ ഫെസിലിറ്റീസും ലൈഫ് സ്റ്റൈലിന്റെ പുതിയ മോഡേൺ ലൈഫിനകത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പട്ടിയും പൂച്ചയ്ക്കും പോലും നമ്മൾ ഈ ഫെസിലിറ്റീസ് കൊടുത്തു തുടങ്ങി. അപ്പൊ പണ്ട് പട്ടിയും പൂച്ചകളും കാട്ടിൽ ജീവിച്ചിരുന്ന സമയത്ത് അവർ 40-50 വർഷം ആയുസ് ഉണ്ടായിരുന്നു എന്നാ പറയണേ. ഈ 40-50 വർഷം ആയുസ് ഉണ്ടായിരുന്ന പട്ടിയും പൂച്ച നമ്മുടെ വീട്ടിൽ വളരാൻ തുടങ്ങി, എല്ലാ ഫെസിലിറ്റീസിലും വളരാൻ തുടങ്ങിയപ്പോൾ അവർക്ക് 10-15 വയസ്സ് ആയുസിലേക്ക് മാറി അവർ.